അടുത്ത ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനകത്ത് നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കണം, അതൊരു ഇക്വേഷൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ ഇക്വേഷൻ ഓർത്തോണം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് എക്സിന് നമ്മൾ 0 കൊടുത്താൽ തെറ്റാണ് കേട്ടോ. 0 കൊടുത്താൽ സൈൻ 0/0 എന്നേ വരത്തുള്ളൂ. 0/0 ഒരിക്കലും 1 അല്ല. അങ്ങനെ കൊടുക്കരുത്. നമ്മൾ ഹയർ സ്റ്റഡീസ് നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് പഠിക്കും. ഇപ്പൊ തൽക്കാലം ഓർത്തിരിക്കും, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് വരണം, ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ 2x, ആ 2x ഇവിടെ വരണം, ഇവിടെ 3x ആണെങ്കിൽ ഇവിടെ 3x, അപ്പൊ ഇവിടെ 3x ടെൻഡിങ് ടു 0 എന്ന് വരണം. ഫോർ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. നോക്കാം, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 3x/x എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ഇതൊരു 1 മാർക്കായിട്ട് ചോദിക്കുന്ന ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 3x/x എന്നല്ലേ. അപ്പൊ ഇവിടെ 3x ആണെങ്കിൽ ഇവിടെ കൂടെ 3x വരണ്ടേ. അപ്പൊ 3 കൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററി മൾട്ടിപ്ലൈ ചെയ്തു, 3 കൊണ്ട് ന്യൂമറേറ്ററി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ടേം തന്നെ ഇവിടെ വന്നു. പക്ഷെ ആ ടേം തന്നെ ഇവിടെ ടെൻഡിങ് ടു 0 എന്ന് വരണം. അപ്പൊ വളരെ എളുപ്പമാണ്. ഇവിടെ 3x ഇവിടെ 3, അപ്പൊ ഇവിടെ 3x വരാൻ എളുപ്പമാണ്. നോക്കിക്കോണം. അപ്പം എക്സ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഇസിക്കൽ ടു 0 എന്നുള്ള അതേ എഫക്ട് തന്നെ. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 3x ടെൻഡിങ് ടു 0 എന്ന് വന്നില്ലേ. അപ്പൊ ആ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 3x ടെൻഡിങ് ടു 0 അത് നമ്മൾ എന്താ അത് എളുപ്പമാണ്. ഇവിടെ 3x ആണ്, ഇവിടെ 3x ടെൻഡിങ് ടു 0 നമ്മൾ എഴുതിയാലും മതി. അതിന്റെ അർത്ഥം ലെഫ്റ്റ് സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിലും 3 കൊണ്ട്. അപ്പൊ ഈ 3 കോൺസ്റ്റന്റ് ആദ്യം എടുത്തു. 3 ഇൻറ്റു ലിമിറ്റ് 3x ടെൻഡിങ് ടു 0 സൈൻ 3x ഓൾ ഡിവൈഡഡ് ബൈ 3x. 3 കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങ് എടുത്തു. അപ്പോൾ 3 ഇൻറ്റു 1, 3 ഇൻറ്റു 1 എത്ര? 3. വേറെ എക്സാമ്പിൾ വേറെ നോക്കാം. ഇവാലുവേറ്റ്, ഇതൊക്കെ 1 മാർക്കായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. വേറെ എക്സാമ്പിൾ ഇപ്പൊ ഇവാലുവേറ്റ് ഇങ്ങനെ വരിക ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 5x/5 എന്ന് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ 5x ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരിക്കലും 5 കോമൺ എടുക്കാൻ ഒക്കത്തില്ല, കാരണം ഇത് മൾട്ടിപ്പിൾ ആംഗിളാണ്, 5x ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു 5 കൊണ്ടുവരാം എന്നുള്ളത് ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 5x/x എന്നല്ലേ. അപ്പൊ 5 കൊണ്ട് ഡിനോമിനേറ്ററി മൾട്ടിപ്ലൈ ചെയ്തു, 5 കൊണ്ട് ന്യൂമറേറ്ററി മൾട്ടിപ്ലൈ. അപ്പൊ വാല്യൂന് ചേഞ്ച് വരത്തില്ല. ഇവിടെ 5x ഇവിടെ 5x. അപ്പൊ ഇവിടെ 5x വരണമെങ്കിൽ 5 കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു എക്സ് 5x 0 ഇൻറ്റു 5 0 തന്നെ. അതായത് നമ്മൾ ഉപയോഗിച്ച എക്സ് ടെൻഡിങ് ടു 0യുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, റൈറ്റ് സൈഡിൽ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 5x ടെൻഡിങ് ടു 0. അപ്പൊ 5 കോമൺ എടുത്തു, 5 കോൺസ്റ്റന്റ് ആണ്, അത് ആദ്യം ഒന്ന് എടുത്തു. 5 ഇൻറ്റു ലിമിറ്റ് 5x ടെൻഡിങ് ടു 0 സൈൻ 5x/5x. 5 ഇഞ്ഞ് കോമൺ എടുത്തു. 5 കോൺസ്റ്റന്റ് 5 ഇൻറ്റു ഇത് 1 ആയി. കണ്ടോ, ഇവിടെ വന്നിരിക്കുന്ന ടേം തന്നെ ഇവിടെ വന്നു, അത് തന്നെ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ അത് 1 ആണ്. 5 ഇൻറ്റു 1 5. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ax/sin dx. ഒരുപാട് വർഷമാണ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ax അപ്പൊ ഇവിടെ ax ആവുന്നുണ്ട്, പക്ഷെ ഇവിടെ കിടക്കുന്ന dx. അപ്പൊ ഇവിടുന്ന് a എടുക്കും മാറ്റാൻ ഒക്കത്തില്ല. ഇവിടെ b നമുക്ക് മാറ്റാം, കാരണം b ഡിനോമിനേറ്ററി കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് അതിനെ 1/b ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ax/x എന്ന് എഴുതാം. കാരണം ഇവിടെ bx ന്റെ b 1/b ആ, ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുത്തു. എന്നിട്ട് 1/b ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ax/x എന്നല്ലേ വരണ്ടേ. ഇവിടെ ax ആണെങ്കിൽ ഇവിടെ ax വരണ്ടേ. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ ഒരു a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വാല്യൂന് ചേഞ്ച് വരാതിരിക്കാൻ ന്യൂമറേറ്റർ ഒരു a കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ax ആയി. എന്നിട്ട് ഇവിടെ ax ആണ്, അപ്പൊ ഇവിടെ ax ആകുമ്പോൾ ഇവിടെ ax വരണമെന്ന ഒരു പ്രയാസവും ഇല്ല. ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് a കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ടെൻഡിങ് ടു 0 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിൽ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ax ടെൻഡിങ് ടു 0. അങ്ങനെ അത്ര എഴുതേണ്ട കാര്യമില്ല. ഇവിടെ വന്നിരിക്കുന്ന ടേം എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അങ്ങ് എഴുതി വെച്ചാലും മതി. പക്ഷെ ഇവിടെ a കോൺസ്റ്റന്റ്, അപ്പൊ a ഇവിടെ കോമൺ ആയിട്ട് എടുക്കുക. ഓൾറെഡി 1/b കോൺസ്റ്റന്റ് ആണ്, അപ്പൊ a ന്യൂമറേറ്ററി കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അപ്പം a/b ഇൻറ്റു ലിമിറ്റ് ax ടെൻഡിങ് ടു 0 ax ടെൻഡിങ് ടു 0 സൈൻ ax/ax. അപ്പോൾ a/b ഇൻറ്റു ഇത്രയും ഭാഗം 1 ആയില്ലേ, ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു a/b. ഓക്കെ, കുഞ്ഞുങ്ങളെ നമുക്കിനി
ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, ലിമിറ്റ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണം, എഴുതി കൊടുത്തോ അങ്ങനെ പ്രോപ്പർട്ടീസ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണെങ്കിൽ നമുക്ക് ഓരോന്നിനും ലിമിറ്റ് കൊടുക്കാം. പ്ലസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ജി ഓഫ് എക്സ്. ഇടയ്ക്ക് പ്ലസ് ആണെങ്കിൽ നമുക്ക് അകത്തോട്ട് ഓരോന്നിനും ലിമിറ്റ് കൊടുക്കാം. കണ്ടോ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ജി ഓഫ്. വേണേ അത് പിന്നെ നമുക്ക് വേണേ എഴുതാം എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് എന്ന് എഴുതാം. കാരണം എക്സിന് എ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എ പ്ലസ് എക്സിന് എ കൊടുക്കുമ്പോൾ ജി ഓഫ് എ, എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് എന്ന് വേണേ എഴുതാം. പക്ഷെ അത് നമ്മൾ നോക്കണ്ട. നമ്മളിപ്പോ തൽക്കാലം ഒരു പ്രോപ്പർട്ടി, അതായത് ഇടയ്ക്ക് ഒരു പ്ലസ് വന്നാൽ ഓരോന്നിനും ലിമിറ്റ് കൊടുക്കാം. അതുപോലെ ഇടയ്ക്ക് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നാണെങ്കിലും എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ജി ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. ഓരോന്നിനും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ജി ഓഫ് എക്സ്, എക്സ്റ്റെൻഡിങ് ടു ജി ഓഫ് എക്സ്. അതുപോലെ ഇൻഡു വന്നാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് ഇൻഡു ജി ഓഫ് എക്സ്. കാരണം ഇവിടെ എക്സിന്റെ ടേം ആണ് ലിമിറ്റിൽ വരുന്നതെങ്കിൽ ഇത് എക്സിന്റെ ടേം ആയിരിക്കണം. അപ്പം സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നോ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് എന്നോ, അല്ലെങ്കിൽ ടാൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്നോ, അല്ലെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് റീസ്റ്റ് 5 എന്നോ, അങ്ങനെ എന്തെങ്കിലും രണ്ടും എക്സിന്റെ ടേം ആയിരിക്കണം. അപ്പോൾ എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം, ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ജി ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഓരോന്നിനും ലിമിറ്റ് കൊടുക്കാം. പ്ലസ് പോലെ തന്നെ ഈ പ്ലസ് ആണെങ്കിൽ ഇതിന് ലിമിറ്റ് കൊടുക്കാം, ഇതിന് ലിമിറ്റ് കൊടുക്കാം. ഇടയ്ക്ക് നെഗറ്റീവ് വന്നാലും ഇതിനും ലിമിറ്റ് കൊടുക്കാം, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇൻഡു ആണെങ്കിൽ നമ്മൾ അങ്ങനെ പഠിച്ചത്, നമ്മളിപ്പോ 2 ഇൻറ്റു എ പ്ലസ് ബി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2a പ്ലസ് 2b ആ മെത്തേഡ് തന്നെ ഇത്. പക്ഷെ ഇൻഡുവിന് അങ്ങനെ പഠിച്ചിട്ടില്ല നമ്മൾ. പക്ഷെ ഈ പ്രോപ്പർട്ടിയിൽ ലിമിറ്റിനകത്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ജി ഓഫ് എക്സ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് വരുവാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ന്യൂമറേറ്ററിന് ലിമിറ്റ് കൊടുക്കാം, ബൈ ഡിനോമിനേറ്ററും പ്രത്യേകം ലിമിറ്റ് കൊടുക്കാൻ പറ്റും. അത് ഓർത്തോണം. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് ടൈം ഉള്ളത് കിടപ്പുണ്ട്, പക്ഷെ അപ്പൊ ഈ സി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ സി കോമൺ ആയിട്ട് അങ്ങ് എടുക്കുക. സി ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 5 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 5x സ്ക്വയർ എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ കണ്ടോ ഇവിടെ എക്സ്റ്റെൻഡിങ് ടു 2 ആണ്. അപ്പം എക്സ് ഉള്ള ടൈം അവിടെ കിടക്കട്ടെ, 5 കോമൺ ആയിട്ട് അങ്ങ് എടുക്കുക. അപ്പൊ 5 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് സ്ക്വയർ. കണ്ടോ 5 കോമൺ ആയിട്ട് അങ്ങ് എടുത്തിട്ട് എക്സ് ഉള്ള ടൈമിന് മാത്രം വാല്യൂ കൊടുക്കുക. അപ്പൊ ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4 ഇൻറ്റു 5 20 എന്ന് വന്നോളൂ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഓർത്തോണം, ഇടയ്ക്ക് ഒരു പ്ലസോ മൈനസോ വന്നാൽ ഓരോന്നിനും ലിമിറ്റ് കൊടുക്കാം, ഇൻറ്റു വന്നാൽ ഓരോന്നിനും ലിമിറ്റ് കൊടുക്കാം, ഡിവൈഡഡ് ബൈ വന്നാൽ ഓരോന്നിനും ലിമിറ്റ് കൊടുക്കാം, കോൺസ്റ്റന്റ് വന്നാൽ കോൺസ്റ്റന്റ് കോമൺ ആയിട്ട് എടുത്തിട്ട് എക്സ് ഉള്ള ടൈമിൽ ലിമിറ്റ്. ഇവിടെ എക്സ്റ്റെൻഡിംഗ് ആണെങ്കിൽ ഇവിടെ എക്സിന്റെ ടൈം ആയിരിക്കും, ഇവിടെ വൈ ടെൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ വൈയുടെ ടൈം ആയിരിക്കും, ഇവിടെ തീറ്റ ടെൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ തീറ്റയുടെ ടൈം ആയിരിക്കും. അപ്പൊ തീറ്റ ഒഴിച്ച് എന്തെങ്കിലും ടൈം വന്നാൽ അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിംഗ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. ശ്രദ്ധിക്കണം, എ കോമ ബി നോട്ട് ഈക്വൽ ടു 0. എയും ബി ഒരിക്കലും 0 ആവരുതെന്നാണ് പറയുന്നത്. അതൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡിംഗ് ടു 0 നോക്കി, സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ് ആണ്. പക്ഷെ നമുക്കറിയാവുന്ന ഇക്വേഷൻ ലിമിറ്റ് എക്സ്റ്റെൻഡിംഗ് ടു 0 സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് ആണ് 1. അപ്പം ഇവിടെ എക്സ് വന്നാൽ ഇവിടെ എക്സേ വരാം, എന്നാലേ 1 വരത്തുള്ളൂ. പക്ഷെ ഇവിടെ എ എക്സ് ആണ്, അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല ഡിനോമിനേറ്റർ. അപ്പൊ നമ്മൾ അതിനെ ചെയ്യാൻ പോകുന്ന ശ്രദ്ധിച്ചോണം. ലിമിറ്റ് എക്സ്റ്റെൻഡിംഗ് ടു 0 ഞാൻ ചെയ്യാൻ പോകുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു എക്സ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എക്സ് കൊണ്ട്. അപ്പൊ വാല്യൂന് ചേഞ്ച് വരുന്നില്ല. ന്യൂമറേറ്ററിനെയും എന്ത് ചെയ്യുന്നു അത് തന്നെ ഡിനോമിനേറ്ററിനെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ വാല്യൂന് ചേഞ്ച് വരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ അങ്ങനെയല്ലേ, ഇപ്പൊ സിംപ്ലസ്റ്റ് ഫോം ആക്കും. 4/6 സിംപ്ലസ്റ്റ് ഫോം ആക്കുന്നത് 4നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 6നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3 സിംപ്ലസ്റ്റ് ഫോം ആയി. ഇപ്പൊ ന്യൂമറേറ്ററിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്ത് അതിനെയാണ് നമ്മൾ സിംപ്ലസ്റ്റ് ഫോം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ എക്സ് കൊണ്ട് ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പൊ വാല്യൂ ചേഞ്ച് വരുന്നില്ല. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് 2 ലിമിറ്റ് ആയിട്ട് കൊടുത്താൽ മുമ്പേ ഒരു നിയമം പറഞ്ഞു, ലിമിറ്റ് എക്സ്റ്റെൻഡിംഗ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിംഗ് ടു എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിംഗ് ടു എ ജി ഓഫ് എക്സ് ആണ്. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിംഗ് ടു എ സൈൻ എ എക്സ് ബൈ എ ഓൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിംഗ് ടു 0 സൈൻ ബി എക്സ് ബൈ എക്സ് ആണല്ലോ ഓരോന്നിനും. അപ്പം
ഇത് ന്യൂമറേറ്റർ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എ എക്സ് ബൈ എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ബി എക്സ് ബൈ എക്സ് എന്ന് എഴുതി കഴിഞ്ഞു. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പ്രത്യേകം ലിമിറ്റ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ എ എക്സ് ആണെങ്കിൽ ഇവിടെയും കൂടെ എ എക്സ് വരണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് നോക്കി, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എ എക്സ് ബൈ എക്സ് എന്നല്ലേ. അപ്പം ഇവിടെ എ വരാൻ എ കൊണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു, എ കൊണ്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇവിടെ നമ്മൾ എ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ടേം തന്നെ ഇവിടെ വന്നു, എ എക്സ് ടെൻഡിങ് ടു ഓൾ ഡിവൈഡഡ് ബൈ. അടുത്തതോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ബി എക്സ് എന്നാണെങ്കിൽ ഇവിടെ വരേണ്ടത് എക്സ് ആണ്, പക്ഷെ ഇവിടെ ബി എക്സ് ആണെങ്കിൽ സെയിം ആവത്തുള്ളൂ. ഇവിടെ ബി എക്സ് ആണെങ്കിൽ ഇവിടെ ബി എക്സ് വരണം, ഇതുപോലെ വരണം. അപ്പൊ ബി കൊണ്ട് ഡിനോമിനേറ്ററെ മൾട്ടിപ്ലൈ ചെയ്തു, ബി കൊണ്ട് ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ബി എക്സ് ആണ്, ഞാൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബി കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എ കോൺസ്റ്റന്റ്. ഞാൻ പറഞ്ഞു എക്സ് ടെൻഡിങ് ടു പറയുമ്പോൾ എക്സ് ഒഴിച്ചുള്ള ടേം വരുന്ന എല്ലാം കോൺസ്റ്റന്റ്. അത് ആദ്യം അങ്ങ് എടുത്തു. എ ഇൻറ്റു ലിമിറ്റ് എ എക്സ് ടെൻഡിങ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ബി കോമൺ ആയിട്ട് അങ്ങ് എടുത്തു. ഇവിടെ ബിയും ഇതിന് മുമ്പായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കോമൺ ആയിട്ട് അങ്ങ് എടുത്തു. അപ്പം ലിമിറ്റ് ബി എക്സ് ടെൻഡിങ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ്. അപ്പൊ നമുക്ക് ആൻസർ എ ഇൻറ്റു ഇത് 1 ആയി. കണ്ടോ, ഇവിടെ വന്നിരിക്കുന്ന ടേം തന്നെ ഇവിടെ വന്നു, അതേ ടെൻഡിങ് ടു 0 എന്ന് വന്നു. എ എക്സ് ടെൻഡിങ് ടു 0 ഇൻറ്റു 1 ബൈ ഇവിടെ ബി ഇൻറ്റു ഇവിടെ അതുപോലെ തന്നെ ബി എക്സ് ടെൻഡിങ് ടു 0 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ ബി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എപ്പോഴും ഇങ്ങനെ വരുമ്പോഴെല്ലാം എ ബൈ ബി ആയിരിക്കും ആൻസർ. കണ്ടോ, എ ബൈ 1 മാർക്കാണ്. ഇപ്പൊ എൻട്രൻസിനൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ എ ബൈ ബി എന്ന് എഴുതിയാൽ മതി. നമ്മൾ ഇത്രയും ചെയ്യേണ്ട കാര്യം ഇല്ല. മനസ്സിലായല്ലോ. അടുത്തൊരു ക്വസ്റ്റൻ നോക്കി, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 4x ബൈ സൈൻ 2x. അപ്പൊ 1 മാർക്ക് വെച്ച് എൻട്രൻസ് ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു 4/2 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും ആൻസർ. നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 4x ബൈ സൈൻ 2x ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ നമ്മൾ എക്സ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ഒരേ നമ്പർ ഒരേ എലമെന്റ് കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോന്നിനും ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 4x ബൈ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 2x ഓൾ ഡിവൈഡഡ് ബൈ എക്സ്. ന്യൂമറേറ്റർ ലിമിറ്റ് കൊടുത്തു, ഇത്രയും ഭാഗം ന്യൂമറേറ്റർ ലിമിറ്റ് കൊടുത്തു ബൈ ഡിനോമിനേറ്റർ ലിമിറ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ജി ഓഫ് എക്സ്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുമ്പോൾ നോക്കണം, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 4x ബൈ എക്സ് അല്ലേ. ഇവിടെ 4x ആണ് നമ്മുടെ ഇക്വേഷൻ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് ആ 1. ഇവിടെ 4x ആണെങ്കിൽ ഇവിടെ 4x വരാൻ 4 കൊണ്ട് ഡിനോമിനേറ്ററെ മൾട്ടിപ്ലൈ ചെയ്തു, 4 കൊണ്ട് ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ 4x ഇവിടെ 4x. അപ്പൊ ഇവിടെയും 4 എന്ന് പറയണം, 4 കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്തു. ഓൾ ഡിവൈഡഡ് ബൈ ഇനി ഇത് ഇത്രയും ഭാഗത്ത്. അപ്പം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 2x ബൈ എക്സ് എന്നാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്. അപ്പൊ ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ 2x പറയണമെങ്കിൽ 2 കൊണ്ട് ഡിനോമിനേറ്ററെ മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്, ആ എക്സ് ടെൻഡിങ് ടു 0 ഇവിടെ വരണം. അപ്പൊ ഇവിടെ 2x ആണ്, ഇവിടെ 2x, ഇവിടെയും 2x, ഡിനോമിനേറ്റർ 2x ആണ്. അപ്പം ഇവിടെ 2x എന്ന് പറയാൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ 2x ടെൻഡിങ് ടു 0 ദാറ്റ് ഈസ് 4 കോൺസ്റ്റന്റ്. 4 കോമൺ ആയിട്ട് ആദ്യം എടുത്തു. 4 ഇൻറ്റു ഞാൻ മുമ്പേ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ സി കോമൺ ആയിട്ട് എടുത്തിട്ട് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എഫ് ഓഫ് എക്സ് പ്രോപ്പർട്ടി ഞാൻ എഴുതി തന്നിട്ടുണ്ട്. 4 ഇൻറ്റു ലിമിറ്റ് 4x ടെൻഡിങ് ടു 0 സൈൻ 4x ബൈ 4x ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് 2x ടെൻഡിങ് ടു 0 സൈൻ 2x ഓൾ ഡിവൈഡഡ് ബൈ 2x. അപ്പൊ 4 ഇൻറ്റു ഇത് 1 ആയി ബൈ ഡിനോമിനേറ്റർ
2 into 1. That is equal to 2. 4/2. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്.